വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്കിൽസ് എന്ന ടെക്സ്റ്റിലെ ഫസ്റ്റ് യൂണിറ്റായ ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്ററാണ്. ഒരു കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ട് വേണ്ട 6 പ്രോസസ്സ് ഏതൊക്കെയാണ്? ഒരു സെൻഡർ ഉണ്ടായിരിക്കും, എൻകോഡിങ് കാണും, അതുപോലെ ഒരു മെസ്സേജ് കാണും, ഒരു ചാനൽ കാണും, ഒരു റിസീവർ കാണും, ആ റിസീവറിന് അത് ഡീകോഡിങ്. അങ്ങനെ 6 പ്രോസസ്സുകളാണ് അതിൽ നടക്കുന്നത്. അതിൽ ഫസ്റ്റായിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? എന്താണ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. വി ആൾ എൻഗേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ വിത്ത് അതേഴ്സ് റൈറ്റ് ഫ്രം അവർ ബർത്ത്. എന്താണ് അവിടെ കവി ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, റൈറ്റർ പറയുന്നത് ജനിക്കുന്ന ടൈം മുതൽ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത് പറയുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് യു ത്രൂ ഔട്ട് ദിസ് യൂണിറ്റ് ആൻഡ് വൈൽ യു ആർ റീഡിംഗ് ഇറ്റ്. യു ടു ആർ ഇൻ ഫാക്ട് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് മീ ത്രൂ ഔട്ട് ദിസ് ടെക്സ്റ്റ്. അതായത് ഈ യൂണിറ്റിൻ്റെ തുടക്കം മുതൽ തന്നെ അദ്ദേഹം നമ്മളോട് ആശയവിനിമയം നടത്തുകയാണ്. നമ്മളും ഇനി തിരിച്ച് ആശയവിനിമയം നടത്തണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത പറയുന്നത് ദ ഡിക്ഷണറി ഡെഫിനിഷൻ ഈസ് ടു എക്സ്ചേഞ്ച് ഓർ മേക്ക് നൗ ബൈ സ്പീച്ച്, റൈറ്റിംഗ് ഓർ അതർ മീൻസ് ടു ട്രാൻസ്മിറ്റ്. കമ്മ്യൂണിക്കേഷൻ ഈസ് മോർ ദാൻ ജസ്റ്റ് മെസ്സേജിങ് ഓർ സ്വാപ്പിംഗ് ഇൻഫർമേഷൻ. നമ്മുടെ ആശയങ്ങൾ, അറിവ്, വിവരങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളാകാം, ഇവയൊക്കെ മറ്റൊരാളിലേക്ക് ആശയവിനിമയം നടത്തുക. അതിനെയാണ് ലാംഗ്വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് നോട്ട് ജസ്റ്റ് വേർഡ്സ് ബട്ട് ദി യൂസ് ഓഫ് ആൾ അവർ സെൻസസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് വെറും ലാംഗ്വേജസ് മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, മറ്റ് എന്തൊക്കെയാണ്? വിത്ത് ഫേസ് ടു ഫേസ് ഡയലോഗ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നു, അവർ ഫേഷ്യൽ എക്സ്പ്രഷൻ വരുന്നുണ്ട്, ടോൺ, ബോഡി ലാംഗ്വേജ്, എബിലിറ്റി ടു ലിസൺ വിത്ത് പേഷ്യൻസ്, ക്ഷമത, അതുപോലെ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, പിന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന എക്സ്പ്രഷൻ, ഇതെല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറയുന്നത്. അടുത്ത് പറയുന്നത് ആസ് ഹ്യൂമൻ ബീയിങ്സ് വി ഹാവ് ദി എബിലിറ്റി ടു എക്സ്പ്രസ് അവർ സെൽസ് ആൻഡ് ഷെയർ അവർ തോട്ട് ആൻഡ് ഫീലിംഗ് ഇൻ മെനി വേയ്സ്. വി കുഡ് ലൈവ് ഇൻ ഐസൊലേഷൻ, never communicating with another person, but that would not create value. We can keep feeling to ourselves or we can share them. Each person has his or her unique view of things and each perspective is valuable. Throughout sharing these individuals' ideas or views with each other, ഗ്ലോബൽ സൊല്യൂഷൻസ് മേ ബി ഫൗണ്ട്. അതായത് എന്താണ് പറയുന്നത്? നമുക്ക് വേണമെങ്കിൽ മറ്റുള്ളവരുമായി സഹകരിക്കാതെ, അതായത് മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാതെ, ഒരു ഒഴിഞ്ഞുകൂടി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാം. പക്ഷെ അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. യാതൊരു കാര്യവും അതുകൊണ്ട് ഇല്ല. അപ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ കാര്യത്തിലും അവരുടേതായ ഒരു അഭിപ്രായം കാണും. അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുമ്പോൾ അതൊരു ആഗോള പരിഹാരം കണ്ടെത്താൻ തന്നെ വഴിയൊരുക്കും എന്നാണ് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ഇതാണ് ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ദി പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പിക്ചറാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത്. ആദ്യം മെസ്സേജ് ആരാണോ പറയുന്നത് അയാളെ സെൻഡർ അല്ലെങ്കിൽ എൻകോഡർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ
റൈറ്റർ എന്ന് പറയാം, അല്ലെങ്കിൽ സ്പീക്കർ എന്നും പറയാം. അപ്പോൾ ഒരു മെസ്സേജ്, ഞാനിപ്പോൾ നിങ്ങളോട് ഈ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ഇൻഫർമേഷൻസ് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആ മെസ്സേജ് എൻ്റെ തലച്ചോറിലുണ്ട്. അത് ഞാനിങ്ങനെ ഓരോ പോയിൻറ്റ്സുകളെയും ഓരോന്ന് വീതം അടുക്കി എൻ്റെ മെമ്മറിയിൽ സൂക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ആ മെമ്മറിയിൽ നടക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതിനാണ് എൻകോഡിങ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ആ എൻകോഡ് ചെയ്ത ഭാഷ ഞാൻ എൻ്റെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ എഴുത്തിലൂടെ ആയിരിക്കാം ഞാനത് പ്രകടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ സ്പോക്കൺ പറഞ്ഞുകൊണ്ടായിരിക്കാം ഞാൻ നിങ്ങളിലേക്ക് അത് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം കേൾക്കുന്ന നിങ്ങളെ വിളിക്കുന്ന പേരാണ് റിസീവർ, അല്ലെങ്കിൽ നിങ്ങളെ ഡിക്കോഡർ എന്നും വിളിക്കാം, അല്ലെങ്കിൽ റീഡർ എന്ന് പറയാം, അല്ലെങ്കിൽ ലിസണർ എന്ന് പറയാം. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്കത് മനസ്സിലായെങ്കിൽ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് ഡീകോഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് എലമെൻ്റ് ഓഫ് കമ്മ്യൂണിക്കേഷന് വരുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്ഡ് അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺ. 2 പേരെങ്കിലും വേണം കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ. ഒരു അഡ്രസ്സറും വേണം, ഒരു അഡ്രസ്സിയും വേണം. അങ്ങനെ 2 പേര് മിനിമം വേണം. രണ്ടാമതായിട്ട് ദി ടോപ്പിക്, സംസാരിക്കാൻ എന്തെങ്കിലും ഒരു ടോപ്പിക് വേണം. മൂന്നാമതായിട്ട് ദി ചാനൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഇപ്പം ലെറ്റർ ആവാം, അല്ലെങ്കിൽ ടെലഫോൺ ആവാം, അല്ലെങ്കിൽ ഇമെയിൽ ആകാം. ഓക്കെ. നാലാമത് ദി കോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദി ലാംഗ്വേജ് ഓഫ് ദി മെസ്സേജ്, അതായത് ഏത് ലാംഗ്വേജ്, ഇപ്പം ഇംഗ്ലീഷ് ആവാം, ഫ്രഞ്ച് ആവാം, ഹിന്ദി ആവാം, അതാണ് കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അഞ്ചാമത് ദി മെസ്സേജ് ഫോം, ദി സെലക്ഷൻ ഓഫ് പർട്ടിക്കുലർ ഗ്രാമർ ആൻഡ് ലെക്സിക്കൽ ചോയ്സ് ഓഫ് ദി മെസ്സേജ്. ആറാമത് ദി സെറ്റിംഗ്. ഓക്കെ. അടുത്തതായി പറയുന്നത് മാക്രോ ഫങ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഈ മാക്രോ ഫങ്ഷൻ നോക്കാം. ദി മാക്രോ ഫങ്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആർ ലിസ്റ്റേൺ ബിലോ. ഒന്നാമത് ദി ഇമോഷറ്റീവ് ഫങ്ഷൻ, ടു കമ്മ്യൂണിക്കേറ്റ് ദി ഇന്നർ സ്റ്റേറ്റ് ആൻഡ് ഇമോഷൻസ്. അതായത് നമ്മുടെ ഇമോഷനായിട്ടുള്ള ഫങ്ഷൻസുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ ഓ നോ, അതൊരു ഇമോഷനാണ്. രണ്ടാമത് ദി ഡയറക്റ്റീവ് ഫങ്ഷൻ, സീക്കിംഗ് ടു എഫക്റ്റ് ദി ബിഹേവിയർ ഓഫ് അതേഴ്സ്, പെരുമാറ്റത്തിനനുസരിച്ച്, അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലോസ് ദി ഡോർ പ്ലീസ്, എക്സാമ്പിൾ അതാണ്. മൂന്നാമത് ദി ഫാറ്റിക് ഫങ്ഷൻ, ഓപ്പണിംഗ് ദി ചാനൽ ഓർ ചെക്കിംഗ് ദാറ്റ് ഇറ്റ് ഈസ് വർക്കിംഗ്. ഫേസിംഗ് ഫങ്ഷനിൽ ഉദ്ദേശിക്കുന്നത് അതായത് ചാനൽ തുറക്കുകയും പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹലോ, ഇസ് ഇറ്റ് തോമസ് കുക്ക് ഓർ ക്യാൻ യു ഹിയർ മീ മിസ്റ്റർ ഗുപ്ത. അടുത്തത് നാലാമതായി പറയുന്നത് ദി പൊയറ്റിക് ഫങ്ഷൻ, ദി പർട്ടിക്കുലർ ഫോം ചൂസൺ ഈസ് ദി എസൻസ് ഓഫ് ദി മെസ്സേജ്. ദിസ് റിഫർ ടു ദി ആസ്തെറ്റിക് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ്. അതായത് കാവ്യാത്മക രീതിയിൽ, ഒരു കവിതാ രീതിയിൽ സൂചിപ്പിക്കുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി 5 ദി റെഫറൻഷ്യൽ ഫങ്ഷൻ, ടു ക്യാരി ഇൻഫർമേഷൻ. അതായത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അടുത്ത സബ് ടോപ്പിക്കാണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ബാരിയർ എന്ന് വെച്ചാൽ എന്താണ്? തടസ്സം. അപ്പോൾ കമ്മ്യൂണിക്കേഷനിലുണ്ടാകുന്ന തടസ്സത്തെക്കുറിച്ചാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നോക്കാം. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ക്യാൻ നെയ്തർ ബി 100% കംപ്ലീറ്റ്. Many factors are involved in the process of communication, and something can always go wrong with one or more of these. ഓക്കെ,
അപ്പം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും 100% ശരിയാകണം എന്നില്ല. മെനി ഫാക്ടേഴ്സ്, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കവിടെ നേരിടേണ്ടതായിട്ട് വരും. അതിൽ ലെറ്റസ് നൗ കൺസിഡർ സം ഓഫ് ദി ബാരിയേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ഒരു ബാരിയറാണ് കോഡ്. എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? അതായത് ദി അഡ്രസ്സർ ആൻഡ് ദി അഡ്രസ്സീ മേ നോട്ട് ഷെയർ ദി സെയിം ലാംഗ്വേജ് ബിറ്റ്വീൻ ദം. ദി അഡ്രസ്സർ ഈസ് സ്പീക്കിംഗ് ഇൻ ഫ്രഞ്ച് ആൻഡ് ദി അഡ്രസ്സീ ഡസ് നോട്ട് നൗ ഫ്രഞ്ച്. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ ഫ്രഞ്ച് ഭാഷ അറിയാം, ഞാൻ നിങ്ങളോട് ഫ്രഞ്ചിൽ സംസാരിക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് ഫ്രഞ്ച് ഭാഷ അറിയത്തില്ല. അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനും അറിയത്തില്ല, ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകത്തുമില്ല. അതാണ് കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ അടുത്തതായിട്ട് പറയുന്നതാണ് ഒക്കാബുലറി. എന്താണ് ഒക്കാബുലറി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ദി മാർക്കറ്റ് ഡിക്ലൈൻഡ് അണ്ടർ പെർസിസ്റ്റൻറ്റ് ബിയർ ഹമിയറിങ്. അതായത് ഇപ്പോൾ വൊക്കാബുലറിക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എടുക്കാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാത്ത ഒരാളോട് അതിനെപ്പറ്റി പറയുമ്പോൾ, അതായത് ഇപ്പോൾ ഓഹരിയിലുണ്ടായ ഉയർച്ചയും അല്ലെങ്കിൽ ഓഹരിയിലുണ്ടായ താഴ്ചയൊക്കെ പറയുമ്പോൾ അയാൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് നോളേജ് ആൻഡ് ഷെയർഡ് അസംഷൻ, അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു സെവറൽ കാറ്റഗറീസ് ഓൺ ദി ഫോളോവിങ് ബേസിസ്. കമ്മ്യൂണിക്കേഷനെ നമുക്ക് എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവിടെ? എക്സ്പ്രഷൻ, അതുപോലെ റൈറ്റ് ടേൺ, ഓറൽ ആൻഡ് ജെസ്റ്റുറൽ, അങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ. ഫ്ലോ, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ, റിലേഷൻഷിപ്പ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ, വേരിയസ് മീഡിയ ഓഫ് എക്സ്പ്രഷൻ, റിട്ടേൺ, ഓറൽ, ജെസ്ട്രൽ. അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെ എഴുതാം, അല്ലെങ്കിൽ ആംഗ്യത്തിലൂടെ ആയിരിക്കാം അല്ലേ, അങ്ങനെയൊക്കെ നമുക്ക് പാസ് ചെയ്യാം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. നമ്മുടെ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എഫക്റ്റീവ് ആക്കാനായിട്ട് നമുക്ക് പിക്ചേഴ്സ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ചാർട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡയഗ്രാം, ഇതൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും. ഓക്കെ. ഇനി ഡൗൺവേർഡ്, അപ്വേർഡ്, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഈ ഡൗൺവേർഡ്, അപ്വേർഡ് എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ എടുക്കുന്നെങ്കിൽ അവിടെ ഒരു മാനേജർ കാണും, മാനേജറിന് താഴെ ഒരുപാട് സ്റ്റാഫുകൾ കാണും, അതിലും താഴെ ഒരുപാട് പ്യൂൺ, അങ്ങനെ വേറിട്ട തസ്തികളിലെ ആൾക്കാർ കാണും. അപ്പോൾ ഇവർ തമ്മിലൊരു ഡൗൺവേർഡ്, അപ്വേർഡ്, അതായത് ഒരു മാനേജറും ഒരു പ്യൂണും തമ്മിൽ, മാനേജർ ഒരു വലിയ അപ്വേർഡ് പൊസിഷനിലാണ് ഇരിക്കുന്നത്, പ്യൂണെന്ന് പറയുന്നത് ഒരു താഴത്തെ ഇതിലാണ്. അപ്പോൾ ഒരു കമ്പനിയുടെ കാര്യം എടുക്കുമ്പോൾ ഇവർ തമ്മിൽ പരസ്പരം ഒരു കോണ്ടാക്റ്റ് കാണും എന്തെങ്കിലും ഒരു ഇതിൽ. അവിടെ ചെറുപ്പം അങ്ങനെയൊന്നും കാണത്തില്ല എന്ന് പറയും. ഇനി ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മാനേജറുമായിട്ട് കമ്പനിയിൽ കമ്മ്യൂണിക്കേഷൻ കാണാം അല്ലേ, അതിനെയാണ് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ്. അതായത് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു സുപ്പീരിയറിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഫോർമലായിരിക്കണം. അതായത് നമ്മൾ പ്ലാൻ ചെയ്തായിരിക്കണം അവരോട് സംസാരിക്കേണ്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത്, അതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ളതായിട്ടുള്ള കാര്യം സംസാരിക്കുന്നു. അതായത് നമ്മളൊന്നും ആലോചിക്കാതെ ചുമ്മാ അങ്ങ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എക്സാമ്പിളായിട്ട് പറയുന്നെങ്കിൽ നമ്മുടെ അനിയത്തിയോടത്തോ അല്ലെങ്കിൽ അനിയന്മാരോടത്തോ സംസാരിക്കുന്നതാണ്
ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഫോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫീസിലൊക്കെ സംസാരിക്കുന്ന രീതിയും, ഇൻഫോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ സംസാരിക്കുന്ന രീതിയും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ബാക്കി പോർഷൻസ് അടുത്ത വീഡിയോയിൽ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.